ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഈ പിക്ചർ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റായി കളയുന്ന കുറച്ച് സാധനങ്ങൾ മതി. പിന്നെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടത് ഗിൽറ്റർ പൗഡറും കളർ പേപ്പറുമാണ്. ഗിൽറ്റർ പൗഡറിന് ഒരു 5 രൂപ, അതുപോലെ കളർ പേപ്പറിന് ഒരു 2 രൂപ, അത്രയ്ക്ക് വരുന്നുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് ചട്ടയാണ്. ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വരുന്നില്ലേ, അങ്ങനത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ചട്ടയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ നമ്മളൊരു ഹാർട്ട് ഷേപ്പ് ആദ്യം ഒരു പെൻസിലോ പേനയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വരച്ചെടുക്കുക. ഇപ്പോൾ അത് വരച്ച് കഴിഞ്ഞു. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ടൊരു കുഞ്ഞ് ഹാർട്ട് ഷേപ്പും കൂടി വരച്ച് കൊടുത്തിട്ട് അത് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ വരച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ളൊരു ഹാർട്ട് ഷേപ്പും കൂടി കിട്ടും. അതാരും കളയണ്ട, നമുക്ക് അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടാം. അപ്പോൾ അതെല്ലാവരും മിസ് ചെയ്യാണ്ട് കാണാം. ഇപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ 2 എണ്ണം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ തമ്മിൽ ചേർത്ത് ഒട്ടിക്കുക ഗ്ലൂ വെച്ചിട്ട്. അതിന് ശേഷം നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് അതേ ഷേപ്പിൽ ഒരു പെൻസിൽ വെച്ചിട്ട് വരച്ചെടുക്കുകയാണ്. അപ്പോൾ പേപ്പർ ഇത്തിരി കട്ടിയുള്ളതായ നല്ലത്, ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ ബുക്സിൽ നിന്നൊക്കെ ചെയ്യുന്ന പേപ്പറോ അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളത് വരച്ചിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ അതിൽ കാണുന്നത് പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യണതൊന്നും കാണിക്കണില്ല കേട്ടോ, എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ചെയ്യണതൊന്നും കാണിക്കാത്തത്. ഇതിൽ കട്ട് ചെയ്തിട്ട് ഈ ഹാർട്ട് ഷേപ്പിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ വെച്ച് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കുകയാണ്. ഇനി നമ്മളതിൻ്റെ സൈഡ് കവർ ചെയ്യാനായിട്ട് അതേ രീതിയിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്യുക. കുറഞ്ഞു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതലുണ്ടെങ്കിൽ ബാലൻസ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ ഹാർട്ട് ഷേപ്പ് ഫുള്ള് കവർ ചെയ്യണത് പോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ഒട്ടിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക, എന്നാലാണ് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഹാർട്ട് ഷേപ്പ് ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഉൾവശത്തും ഇതുപോലെ ഇതേ രീതിയിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലും ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അതിൻ്റെ ബാലൻസ് പീസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ബാലൻസ് പീസ് കട്ട് ചെയ്ത് കളയുക. അതുപോലെ എവിടേക്കാണോ ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് അവിടെയൊക്കെ കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം നല്ലപോലെ ഗ്ലൂ തേച്ചിട്ട് ഇതിൽ കാണുന്നത് പോലെ അതും കൂടി അത് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് പീസ് എവിടേക്കാണോ പൊന്തി നിൽക്കുന്നത് അതുകൂടി ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ഗ്ലൂ എടുക്കണം. അപ്പോൾ കുറച്ച് ഗ്ലൂവും അതിൻ്റെ പകുതി ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളതിൽ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ആ ഗിൽറ്റർ പൗഡർ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മറക്കാണ്ട് അതിനടിയിലൊരു പേപ്പർ കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗിൽറ്റർ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ആ സൈഡിലേക്കൊക്കെ വീഴുമ്പോൾ ആ പേപ്പറിലേക്കല്ലേ വീഴുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഈ ഹാർട്ട് ഷേപ്പ് ഫുള്ളായിട്ടും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഗിൽറ്റർ പൗഡർ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലും ബാക്ക് വശത്തും അതിൻ്റെ ഉൾവശത്തും ഒക്കെ നമ്മളിതുപോലെ ഈ ഗിൽറ്റർ പൗഡർ ഇങ്ങനെ ഇട്ടിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഗിൽറ്റർ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും ഗ്ലൂ ആയിട്ടില്ലെങ്കിൽ അവിടെ ഈ ഗിൽറ്റർ പൗഡർ പിടിക്കില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ആവാത്തുണ്ടെങ്കിൽ അവിടെ ഒന്നുകൂടി ഈ ഗ്ലൂ തേച്ചിട്ട് അവിടെ ഒന്നുകൂടി ഗിൽറ്റർ പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു നീല കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല കളർ ഉണ്ടെങ്കിൽ അതെടുക്കാം. കുറച്ച് ഡാർക്ക് കളർ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഒന്നുകൂടി നല്ല അട്രാക്ഷൻ തോന്നിക്കും ഇത് കാണാനായിട്ട്.
ഇപ്പോൾ ഇതാ ഞാനിവിടെ അത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബോക്സാണ്. ആ ബോക്സിൽ നമുക്ക് ഇത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പെൻസിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് ബ്ലേഡ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു സോപ്പിൻ്റെ ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് എന്താണേലും എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോക്സ് മേടിക്കുകയൊന്നും വേണ്ട. അങ്ങനെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കളർ പേപ്പറാണ്. അപ്പോൾ കളർ പേപ്പർ എടുത്തിട്ട് ഈ ബോക്സിനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇപ്പോൾ ഈ ബോക്സിലുള്ള അതേപോലത്തെ ഒരു ഹോള് നമ്മൾ ഈ പേപ്പറിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനുശേഷം ബോക്സിൻ്റെ മുകളിൽ ഗ്ലൂ തേച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ മുറിച്ച് വെച്ച കളർ പേപ്പർ അതിൻ്റെ മുകളിലായിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുക. നന്നായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഗ്ലൂ വെച്ച് തേച്ചിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടതൊരു കളർ പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കളർ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, സാധാ ന്യൂസ് പേപ്പറൊക്കെ ആയാലും മതി. ന്യൂസ് പേപ്പർ ആകുമ്പോൾ കുറച്ച് കട്ടിയിൽ ഒരു 2-3 ലെയർ വെച്ച് ഒട്ടിച്ചിട്ട് വേണമെന്ന് മാത്രം. ഇവിടെ ഇപ്പോൾ ഞാൻ ഇത്തിരി കട്ടിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്, എങ്കിൽ കൂടി ഒന്നും കൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് 4 മടക്കിയിട്ടാണ് ഞാനത് വെട്ടിയെടുക്കുന്നത്. വെട്ടി കഴിഞ്ഞാൽ 2 ഹാർട്ട് ഷേപ്പ് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു നൂല് വെച്ചിട്ട് അതിന് രണ്ടിനും തമ്മിൽ ചേർത്ത് ഒട്ടിക്കുക. ഇങ്ങനെ ഇതിനെ ചേർത്ത് ഒട്ടിക്കൽ കഴിഞ്ഞാൽ പിന്നെ അത് ഗിൽറ്റർ പൗഡർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യാൻ പോണത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോക്സിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഹാർട്ട് ഷേപ്പിന് നല്ല ടൈറ്റ് ചെയ്തിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യാൻ പോണത്. എന്നിട്ട് അതിൻ്റെ 4 വശത്തും നല്ലോണം ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് അതിനതിൽ ഒട്ടിച്ച് വെക്കുക. ഇപ്പോൾ ഇതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലെങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം, കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കുഞ്ഞ് ഹാർട്ട് ഷേപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മുത്തും 2-3 ഫ്ലവറൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുള്ളത് കാരണം ഇപ്പോൾ അത് കാണിക്കണില്ല. എല്ലാം കൂടി കാണിക്കുമ്പോൾ വീഡിയോ വല്ലാണ്ട് ലെങ്ത്തായി പോകും, അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കണില്ല. അപ്പോൾ ആ 3 ഫ്ലവർ അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് അതും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളൊരു കുഞ്ഞ് ഗിഫ്റ്റ്. ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുക്കുന്ന ടൈമല്ലേ, അപ്പോൾ അവർക്കൊക്കെ കൊണ്ടുകൊടുക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുഞ്ഞു കുട്ടികളുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ഗിഫ്റ്റ് മേടിക്കാൻ പൈസ വേണമെന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാമല്ലോ, എന്തിനാ പൈസ കൊടുത്തിട്ട് വേറെ മേടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ആർക്കും കൊടുക്കാനില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക.